മോർണിംഗ് സ്റ്റുഡൻസ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഇൻ ഓപ്പറേറ്ററാണ്. PostgreSQL ഇൻ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഇൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫീൽഡിനെ കമ്പയർ ചെയ്തുകൊണ്ട് ആ രണ്ട് ഫീൽഡുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമുള്ളത് ആ ഒരു ഇൻ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിംഗ് പോലത്തെ ഒരു സംഭവമാണ് ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, വാല്യൂ ഇൻ, അതിനകത്തുള്ള വാല്യൂസ് നമ്മൾ ഇംഗ്ലീഷിലെ മീനിങ് പോലെ തന്നെയാണ് ഇവിടെ ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. വാല്യൂ ഇൻ ബ്രാക്കറ്റിൽ വാല്യൂ 1, വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ 1ലും വാല്യൂ 2ലുള്ളത് മാത്രം നമുക്ക് ഡിസ്പ്ലേ തരും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. സിൻടാക്സ് ആയിട്ട് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ഒരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് കസ്റ്റമർ ID, റെൻ്റൽ ID, റിട്ടേൺ ഡേറ്റ്. ഇത്രയും ഫീൽഡ്സ് സെലക്ട് ചെയ്യാൻ, ഒരു കസ്റ്റമർ IDയും റെൻ്റൽ ID, റിട്ടേൺ ഡേറ്റ് എന്ന 3 ഫീൽഡ്സ് സെലക്ട് ചെയ്യാൻ. ഇവിടുന്ന് ഫ്രം റെൻ്റൽ എന്ന ടേബിളിൽ നിന്ന് എന്താണ് വേർ എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വേർ എന്ന ക്ലോസ് ഉപയോഗിക്കുക. വേർ ക്ലോസ് എന്ന് പറയുക. അപ്പോൾ വേർ കസ്റ്റമർ ID ഇൻ 1,2, അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, എവിടെ നിന്നാണ് കസ്റ്റമർ ID 1ഉം കസ്റ്റമർ ID 2ഉം, ആ കസ്റ്റമർ ID 1ഉം 2ഉം ആയിട്ടുള്ളതെന്ന് മാത്രം എടുത്തുകൊണ്ട് കസ്റ്റമർ ID, റെൻ്റൽ ID, റിട്ടേൺ ഡേറ്റ്, ഇത് 3ഉം ആ ടേബിളിൽ നിന്ന്, റെൻ്റൽ എന്ന ടേബിളിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ ബൈ റിട്ടേൺ ഡേറ്റ്, റിട്ടേൺ ഡേറ്റിൻ്റെ ഡിസെൻഡിങ്, DESE എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ്, റിട്ടേൺ ഡേറ്റിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അത് നോക്കൂ, കസ്റ്റമർ ID 1ഉം 2ഉം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർ എന്തിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്, റിട്ടേൺ ഡേറ്റിൻ്റെ ഡിസെൻഡിങ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റിട്ടേൺ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി ഡിസ്പ്ലേ. അല്ലാണ്ട് കസ്റ്റമർ ID ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ID ഡിസെൻഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 111 222 11 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ ഓർഡറിൽ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിന് പകരം നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ വേർ കസ്റ്റമർ ID ഈക്വൽ ടു 1 ഓർ കസ്റ്റമർ ID ഈക്വൽ ടു 2 എന്ന് പറയും. ഓർ നമ്മൾ ആൻഡ് ഓർ നോട്ട് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ സിയിൽ, അത് തന്നെയാണ് ഇവിടെ ഓർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇനി PostgreSQL നോട്ട് ഇൻ ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇൻ ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു നോട്ട് വയ്ക്കുക. നോട്ട് വെച്ചാൽ എന്താ മീനിങ്, നമുക്ക് നോട്ട് ഓപ്പറേറ്റർ ഉണ്ടല്ലോ, സാധാരണ ലോജിക്കൽ ഓപ്പറേറ്ററാണ് നോട്ട്. അതിൻ്റെ മീനിങ് എന്താണ്, നെഗേഷൻ, അത് ഓപ്പോസിറ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കസ്റ്റമർ ID നോട്ട് ഇൻ കസ്റ്റമർ ID 1,2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ID 1ഉം 2ഉം വരുന്നത് അല്ലാത്തത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ്, അതിൻ്റെ എക്സാമ്പിളാണ് സെലക്ട് കസ്റ്റമർ ID, റെൻ്റൽ ID, റിട്ടേൺ ഡേറ്റ്. ഇത് 3ഉം ഡിസ്പ്ലേ ചെയ്യണം. ഫ്രം റെൻ്റൽ എന്ന ടേബിളിൽ നിന്ന് വേർ എന്താണ് കണ്ടീഷൻ, കസ്റ്റമർ ID നോട്ട് ഇൻ 1,2, കസ്റ്റമർ ID 1ഉം 2ഉം അല്ലാത്തത് മാത്രം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർ IDയിൽ 1ഉം 2ഉം ഇല്ലല്ലോ. ഓക്കെ, കസ്റ്റമർ ID എന്നുള്ളതിൽ 1ഉം 2ഉം കൊടുത്തിട്ടില്ല. അതില്ലാത്തത് എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇൻ ഓപ്പറേറ്ററും. ഇൻ ഓപ്പറേറ്ററിൽ നോട്ട് വന്നാലും അത് ആ നോട്ട് വരുന്നതിന് നമ്മൾ സാധാരണ SQLൽ നോട്ട് ഈക്വൽ ടു എന്നുള്ളതിന് കൊടുക്കുന്ന സിമ്പിളാണ് ഈ ഗ്രേറ്ററും ലെസ് ദാനും ഗ്രേറ്റർ ദാനും കൂട്ടിയിട്ട പോലത്തെ സിമ്പിൾ. ഓക്കെ, അതിന് നോട്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇനി PostgreSQL തന്നെ ഇന്ന് സബ് ക്വറി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റെൻ്റൽ ടേബിളിൽ നിന്ന് റിട്ടേൺ ഡേറ്റ്, പർട്ടിക്കുലർ ഒരു ഡേറ്റ് ഉള്ളത് മാത്രം റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺ ഡേറ്റ് ക്യാഷ് റിട്ടേൺ ഡേറ്റ് ആസ് ഡേറ്റ് 2005/5/2005 വരുന്ന ടൈപ്പിലുള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞെങ്കിൽ കസ്റ്റമർ ID മാത്രമാണ് ഡിസ്പ്ലേ. ഓർഡർ ബൈ കസ്റ്റമർ ID മാത്രമേ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സെലക്ട് കസ്റ്റമർ ID ഫ്രം റെൻ്റൽ ടേബിൾ വേർ കാസ്റ്റ്. ഓർഡർ ഇതിങ്ങനെയാണ് എന്താ പറയുക, സബ് ക്വറി ആയിട്ട് ഇന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇൻ എന്നുള്ള ഓപ്പറേറ്റർ സ്പെസിഫൈ ചെയ്യേണ്ട. റിട്ടേൺ ആസ് ഡേറ്റ് വേർ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ കസ്റ്റമർ ID മാത്രം ഡിസ്പ്ലേ ആവും.
അത് നമ്മൾ ഇന്ന് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കാം. ഇന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് പോലത്തെ ആവും. അതിലിപ്പോൾ കസ്റ്റമർ ഐ ഡി മാത്രം മതിയെങ്കിൽ സെലക്ട് കസ്റ്റമർ ഐ ഡി ഫ്രം കസ്റ്റമർ വേർ കസ്റ്റമർ ഐ ഡി ഇൻ ബ്രാക്കറ്റിൽ സെലക്ട് കസ്റ്റമർ ഐ ഡി ഫ്രം റെൻ്റൽ വേർ കാസ്റ്റ് റിട്ടേൺ ഡേറ്റ് ആസ് ഡേറ്റ് എന്നിട്ട് ആ ഡേറ്റും കൂടെ കൊടുക്കുക. അതായത് സോറി ഇന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്ത് കൂടും. നമ്മൾ ഏതാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, കസ്റ്റമർ ഐ ഡിയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ആ കസ്റ്റമർ ഐ ഡി ശരിക്കും ആക്ച്വലി അത് എവിടെയുള്ളത്, കസ്റ്റമർ എന്നുള്ള ടേബിളിനകത്താണ് ഉള്ളത്. അത് നമ്മൾ റെൻ്റൽ എന്ന ടേബിളിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ റെൻ്റൽ എന്നുള്ള ടേബിളിനകത്ത് എന്താണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 2005 അതായത് 27/5/2005 പോയ റിട്ടേൺ ഡേറ്റ് ആയിട്ടുള്ളത് മാത്രമാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. ഓക്കെ, ഇതുപോലത്തെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ടോട്ടൽ ആവറേജൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ടേബിളും വേറൊരു ടേബിളും കൂടെ കണക്ട് ചെയ്തിട്ട് അത് മാത്രം ഡിസ്പ്ലേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രോഗ്രാമിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.